ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ M31 എന്ന് പറയുന്ന ഈ ഒരു ഫോണാണുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡെഡ് ആയിട്ടാണ് കസ്റ്റമർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ കംപ്ലൈൻറ്റ് എന്നൊന്നും അറിയില്ല, ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിയാക്കാൻ കഴിയോ ഇല്ല എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മറ്റെവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മളത് ഓപ്പൺ ആക്കി എന്താണ് കണ്ടീഷൻ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒരു വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞു. ബോർഡ് നമ്മൾ കേസിൽ നിന്ന് ഊരിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും മദർ ബോർഡിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് CPU ജസ്റ്റ് ഹീറ്റ് അടിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. വേറെ നമുക്കങ്ങനെ പറയത്തക്ക ഷീൽഡ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെക്സ് ഇടുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് പവർ സപ്ലൈ മീറ്ററിൻ്റെ കണ്ടീഷൻ, അതുപോലെ ചാർജിങ് ആംബിയർ, അത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫോണ് ജസ്റ്റ് പവർ സപ്ലൈ മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പവർ സപ്ലൈ മീറ്റർ അല്ല, നമ്മുടെ ഒരു 1 ആംബിയറിൻ്റെ ആ ഒരു ഓൾഡ് മോഡൽ പവർ സപ്ലൈ മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പവർ സ്വിച്ച് ഇതാ പ്രസ് ചെയ്യാണ്. പവർ സ്വിച്ച് പ്രസ് ചെയ്തു. അപ്പോൾ പവർ സ്വിച്ചിൽ നിന്ന് ഞാൻ കൈ എടുക്കുമ്പോഴും ഇവിടെ ആംബിയർ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 200 മില്ലി ആംബിയർ കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആംബിയർ സ്റ്റെക്കാണ്, 200 മില്ലി ആംബിയറിൽ സ്റ്റെക്കാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഇതൊന്ന് കമ്പ്യൂട്ടറുമായിട്ട് നമുക്കൊന്ന് കണക്റ്റ് ആക്കി നോക്കാം എന്താണ് കണ്ടീഷൻ എന്ന്. ഇതിപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ബാറ്ററി ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ യാതൊരു പോർട്ടും എന്ത് ചെയ്യണില്ല, എടുക്കുന്നില്ല, ഒരു ഡ്രൈവറും എടുക്കുന്നില്ല. അപ്പോൾ എത്ര ഊരി കുത്തിയാലും എന്ത് തന്നെ ചെയ്താലും അത് തന്നെയാണ് കണ്ടീഷന്. കണ്ടല്ലോ, യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഒരു സംഭവം കണക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അറിയുന്ന പോലും ഇല്ല. ഇനി അത് ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും യാതൊരു റെസ്പോൺസും ഇല്ല. ഓക്കെ, CPU കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റക്കായി നിൽക്കുക. അതുപോലെ തന്നെ CPU ആണെങ്കിൽ ഈ ഒരു ലെവലിൽ ആണ് കാണിക്കുന്നത്. CPU എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കണക്റ്റ് ആവുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരം ഡിവൈസുകൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ സ്റ്റക്കായി നിൽക്കുന്ന ഡിവൈസ് ചിലപ്പോൾ ഒന്ന് CPU ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓണായി വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ബാറ്ററി കൺട്രോൾ വോൾട്ടേജ് കറക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചാർജർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വോൾട്ടേജോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് കാണിക്കുന്നില്ല, ജസ്റ്റ് ചെറിയ ആകെ വരുന്ന വോൾട്ടേജ് ആണത് 0.013 ഇത്രേ കാണിക്കുന്നുള്ളൂ. വേറെ യാതൊരു റെസ്പോൺസും ഇല്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ചാർജിങ് കേബിൾ ഒന്ന് ഇളക്കി നോക്കാം. ഇല്ല, എന്ത് ചെയ്താലും അത് തന്നെയാണ് കണ്ടീഷൻ. ചാർജിങ് കണ്ടർ റിമൂവ് ചെയ്താൽ ഓക്കെ അതിലുള്ളൊരു വോൾട്ടേജ് കാണിക്കുകയാണ്. മദർ ബോർഡിൽ ജസ്റ്റ് സ്റ്റോർ ആവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് CPU ഒന്ന് ഹീറ്റ് അടിച്ച് നോക്കാം. കാരണം ഇത്തരം കേസിലൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട്.
പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡക്കർ CPU ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഇതുപോലെ കണ്ടീഷനിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് തന്നെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു മദർ ബോർഡ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, ഒന്ന് CPU ഒക്കെ റിമൂവ് ചെയ്ത് റീബോൾ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ അത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് മദർ ബോർഡ് ഒന്ന് ഹീറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടീഷൻ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, കണ്ടല്ലോ ഫോൺ എന്തായി, ജസ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഓൺ ആവുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇനിയിപ്പോൾ മെനു വരെ ഓൺ ആവും. നമുക്ക് കസ്റ്റമർക്ക് ഡാറ്റാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഡാറ്റാസ് എടുക്കാം. പക്ഷേ ഏറിപ്പോയാൽ ചിലപ്പോൾ ഒരു തവണ സ്വിച്ച് ഓഫ് ആക്കുന്നത് വരെ ചിലപ്പോൾ അത് വർക്ക് ചെയ്തെന്ന് വരും. പിന്നെ ഓൺ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓൺ ആവില്ല, അല്ലെങ്കിൽ ഇതുപോലെ ലോഗോയിൽ ഈ ഒരു ലോഗോയിൽ സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിവൈസ് ഇപ്പോൾ എ സീരീസ് എം സീരീസിലൊക്കെ പൊതുവെ കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണിത്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഇത് ഓണായാലും എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും നിർബന്ധമായിട്ടും ഇതിൻ്റെ CPU റീബോൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞെങ്കിൽ ഇത് കറക്റ്റ് വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ CPU RAM നമ്മൾ റീബോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീബോളിംഗ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോകളിൽ റീബോളിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ അത്രയും ലാഗ് ആക്കേണ്ട വീഡിയോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ CPU സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ USB ഡിവൈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം CPU എന്തായിട്ടുണ്ട്, നമ്മൾ ചെയ്ത് ശരിയായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടോ USB ഡിവൈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം CPU സെറ്റ് ആണെന്ന്. ഇനി RAM കൂടി സെറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, CPU RAM രണ്ടും തന്നെ റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എന്താണ് കണ്ടീഷൻ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. കംപ്ലീറ്റ്ലി ഓണായി വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോൺ കംപ്ലീറ്റ്ലി ഓണായി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഹീറ്റ് ചെയ്തു, അങ്ങനെ ജസ്റ്റ് എന്തായി, ഇതിൽ ചാർജ് ഇല്ല, 0% ആണ്. അപ്പോൾ നേരത്തെ ഇത് ജസ്റ്റ് എന്ത് ചെയ്തു, ഹീറ്റ് അടിച്ചപ്പോൾ ഓണായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഡെഡ് മോഡിലേക്ക് പോകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളിത് എന്ത് ചെയ്തു, റീബോൾ ചെയ്തു. അങ്ങനെ ഈ ഒരു ഫോൺ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.